കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഓശാന പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായിരുന്നു. ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളും അതോടൊപ്പം CBCIയും മുനമ്പത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കാനുള്ള അഭ്യർത്ഥന നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്ത പാർട്ടിയുടെ വക്താവാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാവാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തോട് ഇത്രയും വലിയ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹം എത്ര പെട്ടെന്ന് അവസരവാദത്തിൻ്റെ അപ്പോസ്തലനായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മത മേലധ്യക്ഷന്മാരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. തൻ്റെ സമുദായത്തിലെ സമുദായ അംഗങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിനെതിരായിട്ട് ക്രിമിനൽ കേസെടുത്ത ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ. താമരശ്ശേരി ബിഷപ്പിനെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് നികൃഷ്ടജീവി എന്നാണ്. മാത്രമല്ല, ഇപ്പോൾ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആൾ അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ സംഘടനാ സംവിധാനം എന്നുള്ള നിലയിൽ രൂപത എന്നുള്ള വാക്കിനെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ കേട്ടതാണ്. രൂപത, കൂടുതൽ രൂപ വേണ്ടവർക്ക് അതിരൂപത. ഇതായിരുന്നു MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ക്രൈസ്തവ സഭകളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷണം. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി വന്നതിന് ശേഷവും മുനമ്പത്തെ ജനങ്ങളോട് അദ്ദേഹം പ്രതികാര മനോഭാവത്തോടുകൂടിയാണ് പെരുമാറുന്നത്. വഖഫ് ട്രിബ്യൂണൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന വഖഫ് ട്രിബ്യൂണൽ, ആ ട്രിബ്യൂണലിൻ്റെ കാലാവധി 19-ാം തീയതി അവസാനിക്കാൻ പോവുകയാണ്, മെയ് 19-ാം തീയതി. അതിനു മുൻപ് ആ വഖഫ് ട്രിബ്യൂണൽ ഈ കേസ് വാദം കേട്ട് അതിൽ വിധി പുറപ്പെടുവിക്കാൻ ഉള്ള സാധ്യതയുണ്ടായിരുന്നു. കോടതിയിലെ പരാമർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പലരും പ്രതീക്ഷിച്ചത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. പക്ഷേ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയി 26 വരെ ഈ വഖഫ് ട്രിബ്യൂണൽ ഒരു വിധിയും പുറപ്പെടുവിക്കാതിരിക്കാനുള്ള സ്റ്റേ അടക്കം വാങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും നീതി ലഭിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ശ്രീമാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാണിച്ചിട്ടുള്ളത്.